Good afternoon, everyone. So today we'll look into Vijay Tendulkar's MITRACHI GOSHTA, and its English translation would be A Friend's Story. And it is a play in three acts, and it is a controversial play because it is dealing with a controversial subject, a much complicated plot with intricate characters, and it caused many people to raise their eyebrows because it is dealing with same-sex relationships and love affair, and which is a concept, or the lesbian love, that concept wasn't something that was very common those days, and nobody talked about such stuff, and let alone someone make a play on this subject. And ഈ ഒരു പ്ലേയുടെ first translation in English came out in 1981, and it is considered as the first modern Indian play. എന്തുകൊണ്ടാണ് ഇതൊരു മോഡേൺ പ്ലേ ആയിട്ട് കാണുന്നത് എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഇറ്റ് അഡ്രസ്സസ് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ദാറ്റ് ടു വിത്ത് ഗട്ട്സ്. അതുകൊണ്ട് മാത്രമാണ് അത്രയും ബ്രേവായിട്ട് ആ ഒരു ടൈമിൽ ആരും സംസാരിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെ, അല്ലെങ്കിൽ ഒരു ടാബു ആയിട്ട് കൺസിഡർ ചെയ്ത സബ്ജക്റ്റ് വെച്ചിട്ട് ഒരു പ്ലേ വിജയ് ടെണ്ടുൽക്കർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് റീസൺ വൈ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ modern play or a progressive play എന്ന് പറയാനുള്ള റീസൺ. And it deals with, as I've already told you, same-sex attraction or a lesbian theme. And the setting would be pre-independent era പൂനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്ലേ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ആൻഡ് ഐ ഹോപ്പ് യു വുഡ് ബി ഏബിൾ ടു വാച്ച് ഇറ്റ്. അത് കാണാൻ ശ്രമിക്കണം. ആൻഡ് ദ ക്യാരക്ടേഴ്സ് വുഡ് ബി ബാപ്പു ആണ് നരേറ്ററായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ബാപ്പു എന്ന് പറയുന്നത്? ഒരു മെയിലാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ബാപ്പുവിനെ ഇതിൻ്റെ നറേറ്ററായിട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ? മേ ബി ടു പ്രസന്റ് ദ സ്റ്റോറി ഫ്രം ദി ഐസ് ഓഫ് എ മാൻ, ഫ്രം എ patriarchal point of view. That might be the reason why Bapu is chosen as a narrator. ആൻഡ് നിങ്ങൾക്ക് പ്ലേ ഫുൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സമ്മറി കേൾക്കുമ്പോൾ മനസ്സിലാവും ബാപ്പു ഈസ് കംപ്ലീറ്റ്ലി ഇന്നസെൻറ്റ്. ആൻഡ് ബാപ്പു ഭയങ്കര ഓണസ്റ്റ് ആണ്, ആൻഡ് ഹി ഓൾവേസ് സ്പീക്സ് ഹിസ് മൈൻഡ് ഔട്ട്. ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, എപ്പോഴും ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാറുള്ളൂ. ആൻഡ് ഹി ഈസ് എ ഗുഡ് ഫ്രണ്ട്, ഓഫ് കോഴ്സ് എ ഗുഡ് ലിസണർ ടു സുമിത്ര. ആൻഡ് പിന്നെ പറയുന്നത് സുമിത്ര ഒരു ബോൾഡ് വുമൺ ആണ്. സുമിത്ര അടുത്ത ക്യാരക്ടർ, ഒരു ഇമ്പോർട്ടൻറ്റ്. ഇതിൽ സുമിത്ര റിവോൾവ് ചെയ്തിട്ടാണ് സ്റ്റോറി പറഞ്ഞത്, സുമിത്രനെയും ബാപ്പുവിനെ. ആൻഡ് ദെൻ there's Nama, then there's Pandey, Dalvi, and some officers. So I'll tell you in detail about the characters later. Now we'll look into the summary. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ആക്ട് ഉണ്ട്. അപ്പം ഫസ്റ്റ് ആക്ട് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ബാപ്പു ഫസ്റ്റ് ഇയർ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. സുമിത്ര വേറൊരു കോളേജിൽ നിന്ന് ബാപ്പുവിൻ്റെ കോളേജിലോട്ട് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം മിത്ര എന്ന് പറയുന്നത് കുറച്ച് മാസ്കുലിൻ നേച്ചറുള്ള, കെയർ ഫ്രീ ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് ബാപ്പു ഈസ് വെരി ഷൈ ആൻഡ് ഹി ഈസ് വീക്ക്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ബാപ്പുവിന് ഒരിടത്തു നിന്ന് സുമിത്രയുടെ ഒരു ഫോട്ടോ കിട്ടും. ആൻഡ് ഇൻ ദാറ്റ് ഫോട്ടോ ഷീ ഈസ് സ്മോക്കിംഗ് വിത്ത് ബെയർ ചെസ്റ്റഡ് മെൻ. എന്താ പറയുന്ന, ഷർട്ട്സ് ഒന്നും ഇടാതെ അപ്പർ ബോഡി നേക്കഡ് ആയിട്ടുള്ള എന്താണ് മെൻ്റെ കൂടെ ഇരുന്ന് സ്മോക്ക് ചെയ്യുന്ന ഫോട്ടോ ബാപ്പുവിന് കിട്ടും. ആൻഡ് ദാറ്റ് ടു ഫ്രം എ കോറിഡോർ. അങ്ങനെ ബാപ്പു വിചാരിക്കും, ഭയങ്കര കൺസേൺ ആവും, അയ്യോ ഇങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെ ലീക്ക് ആവുകയാണ്, അല്ലെങ്കിൽ ഇത്രയും കെയർലെസ് ആയിട്ട് എവിടെയെങ്കിലും ഇട്ടിരുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടീനെ പറ്റിയ റൂമേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ദാറ്റ് കുഡ് എഫക്റ്റ് ഹെർ ഫ്യൂച്ചർ എന്ന് തോന്നിയിട്ട് അത് സൂക്ഷിച്ചു വെച്ച് ഹി കെയർഫുള്ളി ഗേവ് ഇറ്റ് ബാക്ക് ടു മിത്രയ്ക്ക് അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മിത്രയ്ക്ക് തിരിച്ചു കൊടുക്കുമ്പം അവളുടെ അടുത്തുനിന്ന് പ്രതീക്ഷ ഒരു റെസ്പോൺസ് അല്ല ഒരിക്കലും ബാപ്പുവിന് കിട്ടിയത്. മിത്ര പറഞ്ഞു, കൂൾ, അതൊന്നും പ്രശ്നമില്ല, നീ വേണമെങ്കിൽ അത് കയ്യിൽ വെച്ചോ എന്നാണ് മിത്ര പറയുന്നത്. എന്നിട്ട് മിത്ര ഇങ്ങനെ പറയുമ്പോഴേക്കും ബാപ്പു ചോദിക്കും, ഈ ഫോട്ടോയിൽ കൂടെ ഉള്ളൊക്കെ ആരൊക്കെയാന്ന് ചോദിക്കുമ്പോൾ മിത്ര പറയും, ഒരെണ്ണം എൻ്റെ കസിനാണ്, വേറൊരെണ്ണം കസിൻ്റെ ഫ്രണ്ടാണ്, രണ്ടുപേരും ആർമിയിൽ നിന്നുള്ളതാണ് എന്നൊക്കെ പറയും. അന്നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിത്ര പറയും, ഓക്കെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായ കുടിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ ഫ്രണ്ട്സ് ആകുന്നു. പിന്നെ ദേ ഓൾവേസ് യൂസ് ടു മീറ്റ്, ദേ മെറ്റ് വെരി ഓഫൺ. അങ്ങനെ ഒരു ദിവസം അവർ ഗ്രൗണ്ടിൽ മീറ്റ് ചെയ്യാണ്. അവിടെ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ഷീ ഹോൾഡ്സ് ഹിസ് ഹാൻഡ്.
ബാപ്പുവിന്റെ കൈ ടൈറ്റ് ആയിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും വാട്ട് ഡു യു ഫീൽ നൗ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ബാപ്പുവിന്റെ ട്രൂ ഫീലിങ്സ് ഹൈഡ് ചെയ്യും. അന്നേരം മിത്ര പറയും ആരാണ് ഹൂ 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 മേക്സ് us think the way we feel, അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഇപ്പൊ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ വാട്ട് ഷീ സെഡ് എക്സാക്ട്ലി ഈസ് ദാറ്റ് ഹൂ മേക്സ് us the way we are and sends us here. Why are we what we are, and why do we become our own slaves? We have to search our own answers. No one can help. One is alone. You don't know me, and if you get to know me, you will just cram. ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളിവിടെ ആരാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ ആക്കിയത് ആരാണ്? അപ്പൊ നമ്മൾ ഇങ്ങനെ ആയത് ആര് കാരണമാണ്? നമ്മൾ നമ്മളുടെ ഓൺ സ്ലേവ്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മിത്രയ്ക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എപ്പോഴും അവൾ ഒറ്റയ്ക്കാകുന്ന പോലെ അവൾക്ക് തോന്നാറുണ്ട്. എന്നിട്ട് ബാപ്പുവിനോട് പറയും നിനക്ക് എന്നെ പറ്റി ഇപ്പൊ ഒന്നും അറിയില്ല, നീ എന്നെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്നോട് മിണ്ടില്ലായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പക്ഷെ ബാപ്പു ഹി പ്രോമിസസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഇങ്ങനെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുമുട്ടുന്നത് കണ്ട് പീപ്പിൾ സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് റൂമേഴ്സ് അബൌട്ട് ദം ദെയർ റിലേഷൻഷിപ്പ്. അങ്ങനെ പാണ്ഡെ എന്ന് പറയുന്നത് ബാപ്പുവിന്റെ റൂംമേറ്റ് ആണ്. പാണ്ഡെ ഒരു ദിവസം ബാപ്പുവിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പാണ്ഡെ വേറൊരു ദിവസം വന്നിട്ട് ബാപ്പുവിനോട് പറയും മിത്ര ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അവള് സൂസൈഡ് കമ്മിറ്റ് ചെയ്തു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഷീ സ്വാലോഡ് സം പിൽസ്, അങ്ങനെ ഷീ ട്രൈ ടു കമ്മിറ്റ് സൂസൈഡ് എന്ന് പറയുന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പം അറിയുന്നത് സുമിത്രയുടെ ഫാമിലി അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയാണ്. പക്ഷെ Sumitra knew that she wasn't a normal girl and it wasn't possible for her to be a life partner to a man. അങ്ങനെ സുമിത്രയ്ക്ക് അറിയായിരുന്നു. ഷീ ന്യൂ വാട്ട് ഷീ വാസ് ആൻഡ് ഷീ ന്യൂ ഹർ ഐഡന്റിറ്റി ആൻഡ് ഷീ വാസ് ഷുവർ ദാറ്റ് ഷീ വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ഇൻവോൾവ് വിത്ത് എ മാൻ. അതുകൊണ്ട് തന്നെ ഷീ ഡിനൈഡ് മാരിയിങ് എ മാൻ ആൻഡ് ദാറ്റ് led her family to force her for a marriage and ultimately she decided to commit suicide. അതാണ് സംഭവിച്ചത്. ഇങ്ങനെ she realized that she is a lesbian because she experimented with her life. ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി ഫിസിക്കലി വിത്ത് എ മെയിൽ സെർവൻറ്റ്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് that she was not interested in men and that she was built different and she was not attracted to men എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കാര്യം ബാപ്പുവിനോട് പറയുന്നുണ്ട്, to her only friend. പക്ഷെ ഇത് കേട്ടപ്പോൾ ബാപ്പു he felt very strange. എന്നിട്ട് ഈ ഒരു കോൺവെർസേഷൻ മിത്രയുടെ പേര് പറയാതെ പാണ്ഡെയുടെ അടുത്തും അങ്ങനെ കുറച്ച് ആൾക്കാരോട് ബാപ്പു പറഞ്ഞു നോക്കി. ബട്ട് ഹി നെവർ മെൻഷൻ ദാറ്റ് ഇറ്റ് വാസ് മിത്ര. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്കും പാണ്ഡെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നീ ഇടപെടാനേ പോകണ്ട, ഇതൊക്കെ കുറച്ച് നാണക്കേടുള്ള കാര്യമാണ്. ഇങ്ങനെ ആരെങ്കിലും നിനക്ക് അറിയാമെങ്കിൽ നീ എങ്ങനെയെങ്കിലും അവരുടെ അടുത്തൊന്ന് ഒഴിഞ്ഞു വെക്കോ, അവരുടെ അടുത്ത് ഇതിനെ പറ്റി ഒന്നും നീ സംസാരിക്കണ്ട, ഇതിൽ ഈ ഒരു മാറ്ററിൽ ഇൻവോൾവ് ആവണ്ട എന്ന് പറയുന്നുണ്ട്. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോൾ പാണ്ഡെ ഡ്രാമ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റഡ് ആവുകയാണ്. ആൻഡ് പാണ്ഡെ വാണ്ടഡ് മിത്ര ടു പ്ലേ ദ റോൾ ഓഫ് ദ ഹീറോ. ആ ഡ്രാമയിൽ ഹീറോയുടെ റോൾ പ്ലേ ചെയ്യാൻ മിത്ര ആവണം എന്നൊരു ആഗ്രഹം പാണ്ഡെക്കുണ്ട്. ഇതൊരു ഓൾ ഫീമെയിൽ ഡ്രാമ ആയതുകൊണ്ടാണ് മെയിൽ ക്യാരക്ടർ മിത്ര പ്ലേ ചെയ്യണമെന്ന് പാണ്ഡെ ആഗ്രഹിക്കുന്നത്. ആൻഡ് ബാപ്പുവും ഇത്രയും ഫ്രണ്ട്സ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പാണ്ഡെ ബാപ്പുവിനോട് പറയുന്നു അവളോടൊന്ന് പോയി പറഞ്ഞ് സമ്മതിപ്പിക്കുക എങ്ങനെയെങ്കിലും. അങ്ങനെ ബാപ്പു പറയുന്നുണ്ട് മിത്ര ഇപ്പൊ അങ്ങോട്ട് സൂസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇപ്പൊ റിക്കവർ ആയി വരുന്നതേ ഉള്ളൂ ഇങ്ങനെ പറയും. അങ്ങനെ പാണ്ഡെ ബാപ്പു പോത്തില്ല എന്ന് പറയുമ്പോൾ പാണ്ഡെ തന്നെ പോയി മിത്രനെ കണ്ട് അങ്ങനെ മിത്ര സമ്മതിക്കുന്നു. ആൻഡ് ഷീ ആക്ടഡ് ഹർ പാർട്ട് റിയലി ബ്യൂട്ടിഫുള്ളി. അങ്ങനെ ആ പാർട്ട് അതിൽ ലയിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം കൂടെ ഉണ്ടായിരുന്ന ഹീറോയിനായിട്ട് ഷീ ഫെൽ ഇൻ ലവ് ആൻഡ് ഹർ നെയിം ഈസ് നമ ദേശ്മുഖ്. അങ്ങനെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബാപ്പു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹി വെന്റ് ടു കൺഗ്രാജുലേറ്റ് ഹെർ. ബട്ട് അങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നമ്മ പോവാണ്, പ്ലേ ഒക്കെ കഴിഞ്ഞ് പോവാണ്. ആൻഡ് മിത്ര കിസ്ഡ് നമ ഗുഡ് ബൈ. അങ്ങനെ എത്ര പാഷനേറ്റ് ആയിട്ടാണ് മിത്ര നമ്മേനെ കിസ് ചെയ്തതെന്ന് കണ്ടപ്പോഴത്തേക്കും ബാപ്പു ഫെൽറ്റ് ക്വൈറ്റ് സ്ട്രേഞ്ച്. അതും നമ്മയുടെ ബോയ്ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. നമ്മയുടെ ബോയ്ഫ്രണ്ട് ആണ് ദൽവി എന്ന് പറയുന്ന ക്യാരക്ടർ. അതിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ആൻഡ് ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാണ്ഡെ ഫെൽ ഇൻ ലവ് വിത്ത് മിത്ര ബിക്കോസ് ഷീ പെർഫോംഡ് റിയലി ബ്യൂട്ടിഫുള്ളി, പാഷനേറ്റ്ലി ആൻഡ് ഗ്രേസ്ഫുള്ളി. ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് പാണ്ഡെ ഹി വാസ് മാഡ് അബൌട്ട് ഹർ ആൻഡ് ഹി പ്ലീഡഡ് ടു ബാപ്പു ടു ട്രൈ ടു കൺവിൻസ് ഹർ ടു മാരി ഹിം. അങ്ങനെ നമുക്ക് മനസ്സിലായി മിത്ര ഫെൽ ഇൻ ലവ് വിത്ത് നമ. അങ്ങനെ ഇരിക്കുമ്പോൾ മിത്ര ഇത് ചെന്ന് ബാപ്പുവിനോട് പറയുന്നുണ്ട്, എനിക്ക് നമേനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാപ്പുവിനോട് ചോദിക്കും, ഇഫ് യു ക്യാൻ പ്ലീസ് ലെൻഡ് യുവർ റൂം ടു അസ്. എന്താണ് ബാപ്പു താമസിക്കുന്ന റൂം ഒരു ദിവസത്തേക്ക് മിത്രയ്ക്കും നമയ്ക്കും വേണ്ടി കൊടുക്കാൻ പറ്റുമോ, ടു ബി ടുഗെദർ എന്ന് ചോദിക്കും. ആൻഡ് പിന്നെ മിത്ര പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എൻ്റെ വീട്ടിൽ ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ ഫാമിലി ഇപ്പോൾ മാരി ചെയ്യാൻ വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കുകയാണ് ആളിപ്പോൾ. ആൻഡ് ഷീ ഫെൽ ഇൻ ലവ് വിത്ത് എ ഗേൾ ആൻഡ് ഷീ ഫൈനലി ഫിഗേർഡ് ഔട്ട് വാട്ട് ഹർ ലൈഫ് ഈസ് ആൻഡ് ഹർ ഐഡന്റിറ്റി ഈസ് എന്നൊക്കെ മനസ്സിലായതുകൊണ്ട് ഷീ ഈസ് ഹാപ്പി. അവിടെ വെച്ച് ആക്ട് 1 തീരാണ്. ആക്ട് 2ലേക്ക് പോകുമ്പോൾ ബാപ്പു പാണ്ഡ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, ഉച്ചയാകുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയും വെളിയിലോട്ട് ഇറക്കാൻ വേണ്ടി നോക്കുകയാണ്. കാരണം മിത്രയ്ക്കും അമ്മയ്ക്കും വേണ്ടി റൂം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് പാണ്ഡ്യനെ ഉച്ചയായപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പാണ്ഡ്യ വിചാരിക്കും ബാപ്പുവിനെ ഏതോ പെൺകുട്ടീനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് പാണ്ഡ്യ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ റൂം അവൈലബിൾ ആയി മിത്രയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട്. അങ്ങനെ റൂം കൊടുത്തിട്ട് ബാപ്പു അവിടെ നിന്ന് പോകും. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും ബാപ്പു എന്താണ് അവിടെ വരുമ്പോഴത്തേക്കും റൂമിന്റെ കീ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ എവിടെയായിരുന്നു റൂമിന്റെ കീ വെച്ചെന്ന് അവിടെ തന്നെ ഇരിപ്പുണ്ട്. റൂം തുറന്നു നോക്കിയപ്പോൾ എങ്ങനെയായിരുന്നു റൂം ബാപ്പു ഇട്ടേച്ച് പോയിരുന്നത് അതേപോലെ തന്നെ ഇറ്റ് വാസ് ഇൻ ദ സെയിം കണ്ടീഷൻ ആസ് ഹി ലെഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലാവുന്നത്, മിത്രയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് നമ അന്ന് വന്നില്ല. ആൻഡ് മിത്ര വാസ് റിയലി സാഡ്. അങ്ങനെ ബാപ്പു മിത്രയുടെ വിഷമം കണ്ടിട്ട് നമയുടെ അടുത്ത് ചെന്ന് ചോദിക്കും, എന്താണ് നീ അങ്ങനെ ചെയ്തത്, വൈ ഡിഡ് യു സ്റ്റുഡ് മിത്ര അപ്പ് എന്ന് ചോദിക്കും. അപ്പം നമ പറയുമ്പോൾ എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല. അങ്ങനെ നമയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും ബാപ്പുവിന് മനസ്സിലാവും നമ വാസ് ട്രൈങ് ടു അവോയ്ഡ് മിത്ര എന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് മിത്ര ബാപ്പുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം പാണ്ഡെ അവിടെ എക്സർസൈസ് ചെയ്യുകയാണ് ആൻഡ് ഹി വാസ് ബെയർ ചെസ്റ്റഡ്. അങ്ങനെ മിത്ര അങ്ങനെ കാണുമ്പോഴത്തേക്കും ഹി വാസ് റിയലി ഹാപ്പി. ആൻഡ് അങ്ങനെ മിത്രനെ ഇങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിത്രനെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബാപ്പുവിനോട് എന്ന് മിത്ര പറയാണ്, ഈ ദൽവി നമ്മയുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ ദൽവിനെയാണ് നമ്മേനെ മിത്രയുടെ അടുത്തോട്ട് വിടാത്തത്. എന്നിട്ട് ബാപ്പുവിനോട് പറയാണ്, നീ എങ്ങനെയെങ്കിലും ഒരു ഗോസിപ്പ് ഉണ്ടാക്കണം, ഈ ദൽവിനെ പറ്റി കുറെ വേണ്ടാത്ത റൂമേഴ്സ് ഒക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ അവനായിട്ട് ബ്രേക്കപ്പ് ആവുമല്ലോ. അന്നേരം മിത്ര ഷീ കാൺട്ട് ലിവ് വിത്തൗട്ട് നമ ആൻഡ് ഷീ വോണ്ട് ഹർ അറ്റ് എനി കോസ്റ്റ് ആൻഡ് ഷീ വാസ് റെഡി ടു ഗോ ടു എനി ലെവൽ ടു let to make Nama break up with Dalvi so that she could have her. അത് കഴിഞ്ഞിട്ട് ദൽവി വന്നിട്ട് ബാപ്പുവിനോട് പറയുന്നുണ്ട്, ബാപ്പുവിന്റെ അടുത്ത് വന്നിട്ട് പറയും, എന്താ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി പറയും, എന്തെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടി പറയും. എന്തിനാന്ന് വെച്ചാല് ഒരു ഹാൻഡ് റൈറ്റിംഗ്, ഈ ബാപ്പു കുറെ ലെറ്റേഴ്സിനകത്തിൽ ഈ ദൽവിനെ പറ്റി കുറെ ഗോസിപ്സ് എഴുതിയിട്ട് ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ ആ ലെറ്ററും കൊണ്ട് വന്നിട്ട് ഹാൻഡ് റൈറ്റിംഗ് മാച്ചിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ദൽവി ബാപ്പുവിന്റെ അടുത്ത് പറയും, നീ ഒന്ന് എഴുതിക്കുക, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് മാച്ച് ആവുമെന്ന് നോക്കട്ടെ. അങ്ങനെ നോക്കിയപ്പോൾ അത് മാച്ചിങ് ആയി. അന്നേരം ഹി സ്മാഷ്ഡ് ഹിം ഇൻ ടു പൾപ്പ്. അവർ രണ്ടൊരു ഫൈറ്റിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അടിച്ച് ഒരു പരിവാക്കി കളഞ്ഞു ദൽവി ബാപ്പുവിനെ. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഈ ലെറ്റേഴ്സ് എഴുതിയത് മിത്രയാണ്, ബാപ്പു അല്ലായിരുന്നു. അപ്പൊ ബാപ്പു ആണ് എഴുതിയതെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെങ്കിൽ മിത്രയാണ് ബാപ്പുവിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ ഈ ലെറ്റേഴ്സ് എഴുതിയിരുന്നത്. അപ്പോ ബാപ്പുവിന് മനസ്സിലായി ദാറ്റ് ഒരിക്കലും മിത്രനെ ഇങ്ങനെ പറയില്ല, മിത്രയാണ് ചെയ്തതെന്ന് പറയരുതെന്ന് വിചാരിച്ചിട്ട് മിത്രയുടെ പേര് പറയുന്നില്ല. ബാപ്പു അവളെ രക്ഷിക്കാൻ വേണ്ടി ബാപ്പു തന്നെയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിട്ട് അടി മൊത്തം വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പാണ്ഡെ ആണെങ്കിൽ ബാപ്പുവിന്റെ അടുത്ത് പാണ്ഡെ ഇങ്ങനെ ബാപ്പുവിനോട് മിത്രനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും പാണ്ഡ്യക്ക് ഭയങ്കര വിഷമമാവും, കാരണം പാണ്ഡെ മിത്രയായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ബാപ്പുവാണ് മിത്രയുടെ ശരിക്കുള്ള ഐഡന്റിറ്റി എന്താണെന്ന് പാണ്ഡ്യയോട് പറയുന്നത്. അപ്പൊ പാണ്ഡ്യ ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആവും. അങ്ങനെ ഷോക്ക്ഡ് ആയിട്ട് ആർമിയിൽ ചേരാൻ വേണ്ടി തീരുമാനിക്കും. വിഷമം സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ആർമി ചേരാൻ വേണ്ടി തീരുമാനിക്കും.
അങ്ങനെ വേറൊരു ദിവസം നോക്കുമ്പോൾ ബാപ്പു നോക്കുമ്പോൾ മിത്രയും നമയും ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അവര് ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് നമയുടെ ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ ദൽവി എന്നുള്ള ഒരാൾ ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് തോന്നും. ഷി വാസ് സോ കെയർ ഫ്രീ ആൻഡ് ഷീസ് സോ മാഡ്ലി ഇൻ ലവ് വിത്ത് മിത്ര എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ബാപ്പുവിന്റെ റൂമിൽ അവര് കുറച്ച് പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് ദൽവി അങ്ങോട്ട് വന്നിട്ട് നമേനെ വലിച്ചടിച്ചോണ്ട് പോവാണ്. എന്നിട്ട് മിത്രനെ ചാലഞ്ച് ചെയ്യും. മിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് മിത്രയുടെ തല കൊണ്ടുവന്ന് അവിടുത്തെ ഭിത്തിയിലൊക്കെ ഇടിച്ച് അവിടുത്തെ ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചു കീറി എല്ലാം എടുത്ത് എറിയുകയൊക്കെ ചെയ്യും. അങ്ങനെ ബാപ്പുവിനെ കാണുമ്പോഴത്തേക്കും അവൾ വേറൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വേയില് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ബാപ്പു മിത്രയോട് പറയും, നീ അമ്മേനെ മറക്ക്, ഇതൊന്നും നടക്കത്തില്ല, ഇങ്ങനെ ഒരു റിലേഷൻ ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഷീ സ്റ്റാർട്ടഡ് ലാഫിങ്. എന്നിട്ട് പറയും, ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചോളാം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ ബാപ്പുവിന്റെ അടുത്ത് ഇവള് പറയുന്നുണ്ട്, എനിക്ക് നമയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം നമ വന്നിട്ട് ബാപ്പുവിനെ കാണും. എന്നിട്ട് പറയും, മിത്രയുടെ അടുത്ത് പറയണം, നമയ്ക്ക് മിത്രനെ ഒന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ബാപ്പുവിന്റെ റൂമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ദേ മീറ്റ്. അങ്ങനെ ബാപ്പു ആണെങ്കിൽ റൂം വെളിയിൽ നിന്ന് പൂട്ടുമായിരുന്നു, അവർക്ക് കുറച്ച് പ്രൈവസി കിട്ടാൻ വേണ്ടി. അങ്ങനെ ബാപ്പു മനസ്സിലാക്കും ഈ നമ എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ ഒരു വിക്ടിം ആവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മിത്രായുടെയും ദൽവിയുടെയും ഇടയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഷീ ഈസ് സ്ട്രഗ്ലിങ്, ഷീ ഈസ് കൈൻഡ് ഓഫ് എ പ്ലേ തിങ്. ഇവർക്ക് രണ്ടുപേർക്കും ഡൊമിനേറ്റിംഗ് ആയിട്ട്, ഇവർ രണ്ടുപേരും ഇവളുടെ അടുത്ത് ഡൊമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഷീ ഈസ് കംപ്ലീറ്റ്ലി സബ്ജുഗേറ്റഡ്, ഷീ ഈസ് ലൈക്ക് എ സ്ലേവ് ഫോർ ബോത്ത് ഓഫ് ദം. ഇവർ രണ്ടുപേരും പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളായി മാറി ആര്, എന്താ, നമ. അങ്ങനെ പാണ്ഡെ ആർമി പോയല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു whenever he felt unhappy. അങ്ങനെ ഒരു ദിവസം ദൽവി ബാപ്പുവിന്റെ അടുത്ത് വന്നിട്ട് പറയും, സോറി പറയും. അന്ന് ആ ലെറ്റേഴ്സ് ഒക്കെ ബാപ്പു അല്ല എഴുതിയെന്ന് മനസ്സിലാക്കി സോറി പറയാൻ വരും. എന്നിട്ട് പറയും, നിന്റെ റൂം എനിക്കും നമയ്ക്കും വേണ്ടിയിട്ട് ഒന്ന് തരണം. ദൽവി വന്ന് ചോദിക്കും. അങ്ങനെ ബാപ്പു പറയും, എൻ്റെ അച്ഛൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. എന്നിട്ട് മിത്രയോട് എന്നിട്ട് ഈ ബാപ്പു വന്ന് ഇതെല്ലാം പറയും. അന്നേരം മിത്രയോട് എന്ന് പറയുമ്പോഴത്തേക്കും മിത്ര പറയും, നീ എന്തിനാ അച്ഛൻ വരൂ എന്നൊക്കെ പറഞ്ഞ്, നിനക്ക് ഡയറക്റ്റ് ആയിട്ട് പറ്റത്തില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കും. എന്നിട്ട് ബാപ്പുവിനോട് പറയും, നിന്റെ റൂം ഞാനായിരിക്കും യൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ബാപ്പുവിന് ഇതെല്ലാം കേട്ടിട്ട് he was fed up. Of course he loved Mitra, he cared for her, he considered her as his best friend. പക്ഷെ എന്നാലും മിത്ര ഈസ് കൈൻഡ് ഓഫ് യൂസിങ് ഹിം. അങ്ങനെയൊക്കെ തോന്നിയിട്ട് അവസാനം he decided to vacate his room. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് ദേഷ്യം വന്ന് അവനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ആക്ട് 2 തീരുന്നു. ആക്ട് 3 നോക്കുവാണെങ്കിൽ ബാപ്പു റൂം ഒക്കെ വെക്കേറ്റ് ചെയ്തു. അങ്ങനെ മിത്ര ഇടയ്ക്കിടയ്ക്ക് ബാപ്പുവിന്റെ അടുത്ത് പോകുന്നുണ്ട് കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കോളേജ് ടൂർ വരുന്നു. കോളേജ് ടൂറിൽ മിത്രയും ദൽവിയും അവിടെ വരുന്നില്ല. അങ്ങനെ ബാപ്പു അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും, നമേനെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും, മിത്ര അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മിത്ര ഒരു ബോസിയാണ്. മിത്ര എപ്പോഴും അവളുടെ അടുത്ത് ഓർഡർ ചെയ്യാണ് ചെയ്യുന്നത്. അതും മിത്രക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തിട്ട് നമേനെയും കൂടെ ഫോഴ്സ് ചെയ്യും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമയ്ക്ക് തോന്നുന്നത് മിത്രയുടെ ലവ് അവൾക്ക് ഇറ്റ് ഈസ് ടു മച്ച് ഫോർ ഹെർ ടു ഹാൻഡിൽ. അപ്പൊ അവൾക്ക് പറ്റുന്നില്ല അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാപ്പു ഈസ് റെഡി ടു ഡു എനിത്തിങ് ഫോർ മിത്ര. അങ്ങനെ നമ പറയുന്നുണ്ട്, എനിക്ക് മിത്രയ്ക്ക് എന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ ബാപ്പുവിനോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം നമ മിത്രയോട് പറയും, ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന് ചുമ്മാ പറയുമ്പോഴത്തേക്കും മിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് മിത്ര പെട്ടെന്ന് നമേനെ ചോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഷി ട്രൈ ടു സ്ട്രാങ്കിൾ നമ. എന്നിട്ട് നമ ബാപ്പുവിനോട് ഇതും പറയുന്നുണ്ട്, മിത്ര എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നു വെദർ ഷീ ഈസ് എൻജോയിങ് ഇറ്റ് വിത്ത് ദൽവി ആൻഡ് വെദർ ഷീ റിഫ്യൂസസ് ടു ഡു. ഇപ്പൊ മിത്രയായിട്ട് ക്ലോസ് ആവാൻ സമ്മതിക്കാത്തപ്പം മിത്ര ചോദിക്കുന്നുണ്ടോ, നിനക്ക് ദൽവിയുടെ കൂടെയാണല്ലോ നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ റിലേഷൻഷിപ്പ്, എൻ്റെ കൂടെ നിനക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഷീ ഓൾവേസ് കമ്പയർസ് ഹെർസെൽഫ് വിത്ത് ദാറ്റ് ഓഫ് ദൽവി. ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമയ്ക്ക്. ഷീ കുഡിൻ ഹാൻഡിൽ ദിസ് കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ്. അങ്ങനെ കുറച്ച് ടോക്സിക് ആയി വരികയാണ്. അപ്പൊ ബാപ്പുവിന് മനസ്സിലായി നമയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അന്നേരം നമ ഇനി ഒരിക്കലും മിത്രയുടെ കൂടെ കണ്ടിന്യൂ ചെയ്യില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബാപ്പു മിത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പം മിത്ര എന്നിട്ട് ബാപ്പുവിന്റെ അടുത്ത് പറയുകയാണ്, നമ ഒരിക്കലും
എന്താ ദൽവി ആണെങ്കിൽ വേറൊരു ഗേളായിട്ട് റിലേഷനിലായി, അതുകൊണ്ട് നമ്മ ഇനി ഒരിക്കലും ദൽവിയുടെ അടുത്തോട്ട് പോവില്ല എന്ന് പറയും. എന്നിട്ട് കാരണം എന്താന്ന് വെച്ചാൽ നമ്മേനെ എന്താ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നമ്മ പോവുകയാണെങ്കിൽ മിത്രൻ അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം പബ്ലിക്കിനോട് പറയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുകയാണ്. അപ്പം ബാപ്പു പറയാണ് ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അവളെ ഇങ്ങനെയിട്ട് ടോർച്ചർ ചെയ്യില്ലെന്നൊക്കെ ബാപ്പു പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഹി സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് മിത്രയുടെ ഇങ്ങനത്തെ സെൽഫിഷ് നേച്ചർ കാരണം ബാപ്പുവിന് മിത്രയോട് ദേഷ്യം വരാൻ തുടങ്ങി. എന്നിട്ട് പാണ്ഡെ ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതുന്നുണ്ടല്ലോ, അപ്പൊ പാണ്ഡെയോടും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മൂവ് ഓൺ ആവാൻ നോക്കി, ഇതൊന്നും ആലോചിച്ച് വിഷമിച്ച് ജീവിതം കളയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ലേറ്റർ ഹി ഫൗണ്ട് മിത്ര വിത്ത് നമ, ബട്ട് നമ വാസ് നോട്ട് ദാറ്റ് ചിയർഫുൾ. അപ്പോൾ പിന്നെയും മിത്രയും നമ്മയും മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ അത്രയും ചിയർഫുൾ അല്ലായിരുന്നു. സോ മിത്ര ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ബാപ്പുവിനോട് മിത്ര ചോദിക്കുക എന്താ നീ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്, നീ എന്താ മാരി ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ ബാപ്പുവിന് ദേഷ്യം വന്നിട്ട് പറയും ഞാൻ മാരി ചെയ്യണമെങ്കിൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. കാരണം ബാപ്പുവിന് മനസ്സിലായി ദാറ്റ് മിത്ര വാസ് ലൂസിങ് ഹിം. അത് കഴിഞ്ഞ് ഒരു വെക്കേഷൻ വരുന്നുണ്ട്. ആ വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും കോളേജിലേക്ക് വരുമ്പോഴത്തേക്കും വില്ലേജിൽ വരുമ്പം അവന് മനസ്സിലാവും മിത്രനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാവരും അറിഞ്ഞു. ആരോ അതൊരു മാഗസീനിലൊക്കെ പബ്ലിഷ് ചെയ്തു, അവരുടെ പേര് മാത്രം മാറ്റിയിട്ട് മാഗസീനിൽ പബ്ലിഷ് ചെയ്തു. അങ്ങനെ മിത്ര പറഞ്ഞു നമ പേടിച്ചിട്ട് എല്ലാ തെറ്റും മിത്രയുടെ മുകളിൽ ചുമത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ മിത്രയ്ക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, എങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയിരിക്കുകയാണ്. കാരണം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞേക്കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പക്ഷെ മിത്ര ഇങ്ങനെ പറയുന്നുണ്ട്, മിത്രയ്ക്ക് ഇപ്പോഴും നമേനെ വേണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബാപ്പുവിന് മിത്രനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തോന്നും. അപ്പോഴത്തേക്കും പാണ്ഡെ തിരിച്ചു വരുന്നതാണ്. ആൻഡ് ഹി ഗോട്ട് ഷോട്ട് മെനി ടൈംസ് ഇൻ ദ ബോർഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ ഇനി അൺഫിറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണ് ഇപ്പൊ ചെയ്യുന്നത് പാണ്ഡെ. പിന്നെ ദൽവി ബാപ്പുവിനോട് പറയുന്നുണ്ട് കോളേജിൽ നിന്ന് മിത്രനെ പറഞ്ഞു വിടും, കാരണം അവരുടെ ബാഡ് റെപ്യൂട്ടേഷൻ അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വിടും. അതുമാത്രമല്ല ദൽവി ഹി മേഡ് ഷുവർ ദാറ്റ് ഷീ വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പൂനെ ഓർ എനിവേർ. ദൽവി ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. ആ ഒരു ചാലഞ്ചിങ് നേച്ചറാണ് ദൽവിയുടെ, അതൊരു റിവെഞ്ച് പോലെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ബാപ്പു മിത്രയുടെ അടുത്ത് പറയും ഇങ്ങനെ ദൽവിയുടെ റിവെഞ്ചിനെ പറ്റിയിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ ബാപ്പുവിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയും കൽക്കട്ടയിലേക്ക് പോവാണ്, എന്നിട്ട് അവിടെ ചെന്ന് മാരി ചെയ്യും എന്നൊക്കെ പറയും. എന്നിട്ട് ഇതാരോടും പറയണ്ട, നമ ഇങ്ങനെ വന്ന് ബാപ്പുവിനോട് പറയും ആരോടും പറയണ്ട, മിത്രയോട് പ്രത്യേകിച്ച് പറയണ്ടെന്ന് പറയും. പക്ഷെ ബാപ്പു മിത്രയോടുള്ള ലോയൽറ്റി കാരണം മിത്രയുടെ പത്തറ്റിക് കണ്ടീഷൻ ഒക്കെ കണ്ടിട്ട് മിത്രയോട് എന്നിട്ട് ഇതെല്ലാം പറയും. പക്ഷെ മിത്ര നല്ല ഷോക്ക്ഡ് ആയി പോവും, ഷാറ്റേർഡ് ആവും. അങ്ങനെ ബാപ്പു അവളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യും. എന്നിട്ട് പറയും ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാവും, നീ വിഷമിക്കണ്ട, നിനക്കൊരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മിത്ര ആദ്യം യെസ് പറയും, പക്ഷെ എന്നാൽ പോലും അടുത്ത ദിവസം ഈ ബാപ്പുവിനെ കാണാൻ വേണ്ടി വരത്തില്ല. അപ്പൊ മിത്രയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് മിത്ര നമേനെ നോക്കി കൽക്കട്ടയിലേക്ക് പോയി എന്ന്. അപ്പൊ ഹിന്ദി കേൾക്കുമ്പോൾ ബാപ്പുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പ്രോമിസ് ചെയ്തിട്ട് അവൾ അതുപോലെ ചെയ്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് മിത്രനെ പറ്റി ഇനി അന്വേഷിക്കത്തില്ല എന്നൊക്കെ തീരുമാനിക്കും. അത് കഴിഞ്ഞ് മിത്ര ഒരു ദിവസം കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു വന്നു. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ബാപ്പുവിന് വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ ബാപ്പുവിന് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് ബാപ്പുവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാപ്പു ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അവളുടെ സെൽഫിഷ് നേച്ചർ കാരണം എല്ലാം. എന്നിട്ട് ബാപ്പുവിനെ യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്, അവന്റെ മണിക്ക് വേണ്ടിയിട്ട്, അതുപോലെ റൂം കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാപ്പുവിനെ യൂസ് ചെയ്തതിനെല്ലാം പറഞ്ഞ് ബാപ്പു ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം മിത്രക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തു കൊടുത്തു. എന്നിട്ട് അവന്റെ നിന്ന് വാങ്ങിയ പൈസക്കൊക്കെ തിരികെ കൊടുക്കുന്നതിന് വരെ ഇതെല്ലാം എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാപ്പു ഇതെല്ലാം എടുത്ത് തിരിച്ച് അവക്കാനെ കൊടുത്തിട്ട് പറയാം ആ റിലേഷൻഷിപ്പിൽ അവൻ എപ്പോഴും സിൻസിയർ ആയിരുന്നു, അവനൊന്നും തിരിച്ചു വേണ്ട. എന്നിട്ട് പറയാം ഈ ഫ്രണ്ട്ഷിപ്പ് ഓവറായി, ഇനി ഒരിക്കലും ഞാൻ നിന്റെ കാര്യത്തിൽ കൺസേൺ ആവത്തില്ല എന്ന് പറയും. അങ്ങനെ മിത്ര അവന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആൻഡ് ഹി വാസ് നോട്ട് സാഡ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഹിസ് ഓൺ സ്റ്റഡീസ്. അത് കഴിഞ്ഞ് ലൈബ്രറിയിൽ ഒരു ദിവസം ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, സൈക്കോളജിയെ പറ്റി ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മിത്രനെ പോലത്തെ ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികളെ പറ്റിയിട്ട് ആ ബുക്കിനകത്തിൽ നോക്കിയപ്പോഴത്തേക്കും ഹി ഫൗണ്ട്
അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയില്ല. പക്ഷെ ദൽവിയുടെ സാഡിസത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് വായിക്കാൻ വേണ്ടി കിട്ടി. എന്നിട്ട് ഒരു ദിവസം പാണ്ഡേനെയും ദൽവിനെയും കാണുന്നുണ്ട്, ബാപ്പു കാണുന്നുണ്ട്. എന്നിട്ട് പാണ്ഡെ ഇവരെ ഒരു ഡ്രിങ്കിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ദൽവി ഇങ്ങനെ പറയുന്നുണ്ട്, മിത്ര വീട്ടിൽ നിന്ന് പുറത്താക്കി, അപ്പൊ അവളൊരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, ഇനി അവിടെ നിന്നും പുറത്താക്കിപ്പിക്കും. ദൽവി അവിടെ ചെന്ന് പറയും ഇവളുടെ ഐഡന്റിറ്റി, അപ്പൊ അവിടെ നിന്നും പുറത്താക്കിപ്പിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബാപ്പുവിന് ദേഷ്യം വന്ന് ബാപ്പു ദൽവിയോട് പറയും, നീ നിന്റെ കാര്യം നോക്ക്, എന്തിനാണ് അവളുടെ പുറകെ നടന്ന് ഇങ്ങനെ അവളുടെ ലൈഫ് നശിപ്പിക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും പാണ്ഡെ പറയും, പാണ്ഡെ ഇങ്ങനെ അറിഞ്ഞു, ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് ആൻഡ് ഷീ ഈസ് ആൻ ആൽക്കഹോളിക് നൗ. അവിടുത്തെ ഓഫീസേഴ്സിന്റെ കൂടെയൊക്കെ ഡ്രിങ്ക് ചെയ്യും. And those officers physically exploited her once she lost her consciousness. അപ്പൊ അങ്ങനെ അവരെല്ലാം ആ കുട്ടീനെ ഫിസിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് പാണ്ഡെ സോ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഓൺ ഐസ് എന്നൊക്കെ പറയും. അങ്ങനെ ആൽക്കഹോളിക് ഡ്രങ്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മിത്ര ഭയങ്കര വിയേർഡ് ആൻഡ് സ്ട്രേഞ്ച് ആയിട്ടുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഇമാജിനറി ബാപ്പു ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ആ ബാപ്പുവിനോട് വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻസെയിൻ ആയിട്ട് എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. എന്താ അങ്ങനെ ബാപ്പുവിന് മനസ്സിലാവുന്നുണ്ട് കൽക്കട്ടയിൽ പോയത് നമേനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമേനെ കാണാൻ പോയിട്ട് പക്ഷെ നമ്മെ കാണാൻ പറ്റിയില്ല ആർക്ക്, മിത്രയ്ക്ക്. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ once she lost her consciousness, the officers took her into their own room. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. They exploited her completely. ആൻഡ് ഇതൊക്കെ കേട്ടപ്പോൾ ബാപ്പുവിന് ഭയങ്കര വിഷമമായി, അവളെ ഒറ്റയ്ക്കാക്കിയത് ഓർത്തിട്ട്. ബട്ട് ബാപ്പു ചെയ്തത് ശരിയാണെന്ന് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അവനെ യൂസ് ചെയ്യുമായിരുന്നു സുമിത്ര. And Sumitra never cared about his friendship, his feelings for her, and how he cared for her, how he was always there for her. ഇതൊന്നും ഓർക്കാതെ അവനെ യൂസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം ദൽവി വന്നിട്ട് പറയുന്നുണ്ട് മിത്ര സൂയിസൈഡ് ചെയ്തു. ആൻഡ് ഇത് കേട്ടപ്പോൾ ബാപ്പു ഹി ഫെൽറ്റ് ഹിംസെൽഫ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. പക്ഷെ എന്താന്ന് പറഞ്ഞാല് അവൾക്ക് ഏറ്റവും കൂടുതൽ അവനെ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഹി വാസ് നോട്ട് ദെയർ എന്നുള്ളൊരു തെറ്റ് ബാപ്പു ചെയ്തതായിട്ട് അവന് തോന്നി. അപ്പോ അവൻ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മളിത് നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ബാപ്പു എത്ര ഇന്നസെന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹി വാസ് ഓൾവേസ് എ ഗുഡ് ഫ്രണ്ട്, എ ഗുഡ് ലിസണർ. ആൻഡ് നമ പറയുന്നുണ്ട് കൽക്കട്ടയിലേക്ക് പോവാണ്, ഇത് ചെന്ന് പറയരുത്. മിത്രയോട് പറയുമ്പോൾ പോലും എന്താണ് ചെയ്യുന്നത്, ബാപ്പു ചെയ്യുന്നത് മിത്രയോട് പറയാണ്. ഹി ടെൽസ് ഹർ എനിവേ. കാരണം ഹി വാണ്ട്സ് ഹർ ടു ബി ഹാപ്പി ആൻഡ് ഹി വാസ് ലോയൽ ടു ഹർ. പക്ഷെ ബാപ്പു വാസ് ഓൾസോ ഗിൽറ്റി. എന്താ കാരണം, ബാപ്പു എപ്പോഴാണോ സുമിത്രയ്ക്ക് ബാപ്പുവിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ബാപ്പു വാസ് നോട്ട് there for her, and that is the reason why she died all alone, because the society alienated her. The society wanted each gender to fit into the constructed framework and the restrictions that is made by the society, and anyone who tried to break away from that, the society and the people made sure to alienate them. And she drowned in that loneliness. She couldn't fight against everyone, right? So that is the reason why she had to end her life. ഇപ്പൊ ഫ്രണ്ട് സ്റ്റോറി, ഈ സ്റ്റോറിയുടെ നെയിം പറയുന്നത് പോലെ തന്നെ ബാപ്പുവിന്റെ ഫ്രണ്ടിനെ പറ്റി പറയുന്ന ഒരു കഥയാണ്. ആൻഡ് ബാപ്പു എന്ന് പറയുന്ന ക്യാരക്ടർ സെൽഫ് സെന്റേർഡ് അല്ല. അപ്പൊ ഈ ഫ്രണ്ട് സ്റ്റോറി എന്ന് പറയുന്ന നെയിം പോലും ബാപ്പു ആണ് കൊടുക്കുന്നത് കഥയ്ക്കകത്തില്. ഇപ്പൊ സുമിത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് എ വെരി ബോൾഡ് വുമൺ. ഷീ പ്ലേസ് ടെന്നീസ്, ഒരുപാട് മെയിൽ ഫ്രണ്ട്സ് ഉണ്ട്. And she decided to break the chain of womanhood. And she wanted to be free from the constraints of being a woman, what the society expected the woman to do. She had other plans when she realized her identity, and she was not ready to blindly obey the people. And she never considered herself weird, but she was selfish. She never understood what Nama wanted. Namene patti ആലോചിക്കാതെ she considered Nama as a plaything, and she tried to impose her own ideologies and whatever she felt right and forced Nama to do it as well. പക്ഷെ Nama heterosexual ആണെങ്കിൽ പോലും, and that is the reason why she is married and she was attracted to Dalvi as well. ഇപ്പൊ ബൈസെക്ഷൽ ആയിരിക്കാം മേ ബി. ഇപ്പൊ മിത്ര ഹോമോസെക്ഷൽ ആണ്. അപ്പം നമേനിക്ക് എന്താണ് വേണ്ടതെന്ന് മിത്ര മനസ്സിലാക്കിയില്ല. അപ്പം സുമിത്ര ഭയങ്കര സെൽഫിഷ് ആൻഡ് ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മേ ബി ഹെർ ബാക്ക്ഗ്രൗണ്ട്
Her experiences made her to turn out that way. ഇതൊരു സോഷ്യോ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും ഈ പ്ലേനെ. സുമിത്രയുടെ ട്രോമാറ്റിക് ഇൻസിഡൻസ്, അവളുടെ എക്സ്പീരിയൻസസ് ഒക്കെ കാരണം അവർ ലൈഫ് ടേൺഡ് ഔട്ട് ടു ബി. ബാപ്പു ആണെങ്കിൽ അതിന്റെ ഗിൽറ്റ് അനുഭവിക്കുന്നുണ്ട്. നമയാണെങ്കിലും ട്രോമാറ്റിക് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് ജെൻഡർ പെർഫോമേറ്റിവിറ്റി, ആൻഡ് വി ക്യാൻ അനലൈസ് ദിസ് പ്ലേ ഫ്രം as a performance. The gender role is being performed by both Bapu. All the characters play the gender role. ഇപ്പൊ ബാപ്പു പ്ലേ ചെയ്യുന്ന പോലെയല്ല ദാൽവി പ്ലേ ചെയ്യുന്നത്, അതുപോലെയല്ല പാണ്ഡെ, അതുപോലെയല്ല സുമിത്ര, അതുപോലെയല്ല നമ. ഓൾ ഓഫ് ദം ആർ പ്ലേയിങ് ഡിഫറെന്റ് ജെൻഡർ റോൾസ്. പിന്നെ ഇതിൽ നമുക്ക് ക്വീർ തിയറി ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജെൻഡർ റോൾസ്, സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് റോൾ, ഐഡന്റിറ്റി ക്രൈസിസ്, സെക്ഷുവാലിറ്റി ഇൻസ് പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് ഫ്രണ്ട്ഷിപ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റും. ആൻഡ് ഇതിൽ പാണ്ഡെ ആൻഡ് ദൽവി, ബോത്ത് ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ദ മെന്റാലിറ്റി ഓഫ് ദ സൊസൈറ്റി. ഈ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുവാണെങ്കിൽ ബാപ്പു സോ മിത്ര ആസ് എ ഫ്രണ്ട് and he was completely loyal to him and he showed all his emotions and feelings to her. എന്നാ പോലും he never got it back. പിന്നെ ഇതിൽ ഇൻഡിവിജ്വൽ വേഴ്സസ് സൊസൈറ്റി എന്ന് പറയുന്നൊരു തീം വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ മിത്ര ഇതിലൊരു വിക്ടിമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷീ മൂവ്സ് ഇൻ ടു എ സെൽഫ് ഡെസ്ട്രക്റ്റീവ് സ്റ്റേജ്. കാരണം ഷീ ഹാഡ് ടു വെൻ ഷീ ഫൗണ്ട് ദാറ്റ് ഷീ വാസ് അൺവില്ലിംഗ് ടു സാക്രിഫൈസ് ഹെർ ഓൺ ഡിസയേഴ്സ് ആൻഡ് ഫീലിങ്സ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഷീ വാസ് ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ ദാൻ ടു എൻഡ് ഹെർ ലൈഫ്. ഇതിൽ ഒരുപാട് കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ആണുള്ളത്, ഇൻട്രിക്കേറ്റ് പ്ലോട്ട് ലൈൻ ആണ്. അതുപോലെ തന്നെ ദിസ് പ്ലേ ബ്രോക്ക് ദ ടാബു ഓൺ ദിസ് ലെസ്ബിയൻ ഐഡന്റിറ്റീസ് ആൻഡ് ദിസ് കൺസിഡർ. ഈ ഒരു പ്ലേ നമുക്ക് ഇറ്റ്സ് എഹെഡ് ഓഫ് ടൈം അല്ലെ, ഒരു പ്രോഗ്രസീവ് പ്ലേ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഈ സ്ലൈഡിൽ വേറെ കുറച്ച് തീംസും പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്ലേ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു സോ മച്ച്.